വെൽക്കം ടു ട്രൈഡ്രൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ US ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ പറയാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. വീക്ക്ലി ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു മൈനർ സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഏരിയയിലാണ്. മാത്രമല്ല ഇവിടെ ഒരു ഇംബാലൻസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീക്ക്ലി അനാലിസിസിലും ഈ ഒരു ഇംബാലൻസിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്തിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വീക്ക്ലി ചാർട്ട് എടുത്തത്. ഇനി നമുക്ക് വൺ ഡേ ചാർട്ടിലോട്ട് പോവാം. വൺ ഡേ ചാർട്ടിൽ ഇന്നലെ വരച്ചതിന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല. കാര്യമായിട്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇംബാലൻസ് ഓൾറെഡി വന്ന് എടുത്ത ഇംബാലൻസ് ആണ്. ഇന്നലെ നമ്മളിത് വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇംബാലൻസ് ഓൾറെഡി എടുത്തിട്ട് നല്ലൊരു റിജക്ഷൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയിട്ട് ഒരു ഇൻഡിസിഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കേണ്ടതുണ്ട്. ഇവിടെ മറ്റൊരു ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇനിയുള്ളത് ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടിയാണ്, അതും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത് എല്ലാ ദിവസവും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഏരിയാസ് ആണ്. ഇതിനെക്കുറിച്ച് സംശയങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പഴയ വീഡിയോ പോയി നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുന്നേ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. ഗോൾഡിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ന്യൂസ് വരുന്ന ഇന്ത്യൻ സമയം 7 മണിക്കാണ്. കോർ റീറ്റെയിൽ സെയിൽസ് ന്യൂസ് വരുന്നുണ്ട്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് വരുന്ന ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് മന്ത്ലിയും വരുന്നുണ്ട്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. അതും ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. നോക്കുന്ന സമയത്ത് പ്രീവിയസ് ഫോർ റീറ്റെയിൽ 0.5%, ഫോർകാസ്റ്റ് വരുന്ന 0.3% ആണ്. അതുപോലെ തന്നെ റീറ്റെയിൽ സെയിൽസ് മന്ത്ലി വരുന്ന പ്രീവിയസ് 4%, ഫോർകാസ്റ്റ് 0.3% ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കറൻസിക്ക് ഫേവറബിൾ അല്ലാത്ത ഒരു ഫോർകാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഫേവറബിൾ അല്ലാത്ത ഫോർകാസ്റ്റ് മാത്രമാണ്, അല്ലാതെ അതൊരു ട്രേഡ് എടുക്കാനുള്ള ഒരു ഇൻഡിക്കേഷൻ ഒന്നും അല്ല. മാർക്കറ്റിൽ വരുന്ന സമയത്ത്, അതായത് ന്യൂസ് വരുന്ന സമയത്ത് ഒരുപക്ഷെ തിരിച്ചും വരാം. അപ്പൊ അതുകൊണ്ട് ന്യൂസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ട്രേഡ് എടുക്കരുത് എന്നാണ് പുതിയ ആളുകളോട് എപ്പോഴും പറയാറുള്ളത്. അപ്പൊ പുതിയ ആളുകൾ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ന്യൂസ് ട്രേഡിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കുക. ന്യൂസ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രൈസ് ആക്ഷനോ മറ്റോ തരുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വീണ്ടും ചാർട്ടിലേക്ക് തന്നെ പോവാം. ചാർട്ടിലോട്ട് പോയിട്ട് 4 ഹവറിന്റെ കീ ഏരിയാസ് നോക്കാം. 4 ഹവറിന്റെ കീ ഏരിയാസ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ഏരിയ ഒരു കീ ഏരിയ ആണ്. ഇന്നലെയും വരച്ചു വെച്ചിരിക്കുന്നതാണ്. നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തിടാം. അവിടെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഇപ്പൊ ഈ ലൈനും കാണാം, ലൈനും കൂടി ചേർത്തിട്ട് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതിന് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട്, അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ ഒരു കീ ഏരിയ ആണ്. ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് അത് കുറച്ചും കൂടി കൺഫേം ചെയ്യാം. അതിനു മുന്നേ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇതൊരു നല്ലൊരു കീ ഏരിയ ആയിട്ട് തന്നെ ഫോർവേഡിൽ നിൽക്കുന്നുണ്ട്. ഇനി അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു നല്ലൊരു കീ ഏരിയ ആണ്. അപ്പോൾ ഫോർവേഡ് പ്രധാനപ്പെട്ട കീ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് ഒന്ന് പോയി നോക്കാം. 1 ഹവറിലേക്ക് പോകുമ്പോൾ നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന 4 ഹവറിന്റെ ഇംബാലൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇനി വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. മാർക്കറ്റ് ഒരു പക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനെ ഈ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ സപ്പോർട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 1 ഹവറിൽ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു മാർക്കറ്റ് ഒന്ന് ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് എൻട്രി സാധ്യത ഉണ്ട്. അപ്പൊ ഒരു ഇംബാലൻസ് വരെ എൻട്രി സാധ്യത കാണുന്നുണ്ട്. അല്ല ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഈ ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു സെൽ സാധ്യത കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് 1 ഹവറിൽ കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. ഒരുപക്ഷെ 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഈ സപ്പോർട്ട് ഏരിയ വരച്ചത് ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്നതാണ്. നോക്കിയാൽ കാണാം 50 മിനിറ്റ്സിൽ സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന് സ്ട്രക്ചറൽ ഷിഫ്റ്റ് തന്ന് മുകളിലോട്ട് പോയി വീണ്ടും അവിടേക്ക് വന്ന ഒരു റീടെസ്റ്റ് തന്നിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് ഇറങ്ങി വീണ്ടും റീടെസ്റ്റ് തന്നു. വീണ്ടും ഇപ്പൊ അവിടേക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോ
ഒരു 50 മിനിറ്റ്സിന്റെ എൻട്രി സാധ്യത കാണുന്നുണ്ട്. ആ എൻട്രി കിട്ടണമെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്യാൻഡിൽ ക്ലോസ് ഒക്കെ ചെയ്ത് പിന്നെ ഒരു റീടെസ്റ്റ് വരുന്ന സമയത്ത് മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം, ടാർഗറ്റ് ഇതിന്റെ ഒരു ഹൈയിലേക്ക് വെക്കാം, ആദ്യത്തെ ടാർഗറ്റ് വെക്കാം. രണ്ടാമത്തെ ടാർഗറ്റ് ഇതിന്റെ ഹൈയിലേക്ക് വെക്കാം. മൂന്നാമത്തെ ടാർഗറ്റ് നമുക്ക് ഈ ഒരു ഇംബാലൻസിലേക്കും വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് 50 മിനിറ്റ്സിന്റെ ഒരു ബൈ സാധ്യത കാണുന്നത്. ഇനി സെല്ലൻട്രി എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മാർക്കറ്റ് അവിടെ നിന്നിട്ട് നല്ലൊരു സപ്ലൈ സോൺ തന്നിട്ടുണ്ട്. 1 അവറിൽ അല്ലെങ്കിൽ 4 അവറിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് കാണാം മാർക്കറ്റ് നല്ലൊരു വീഴ്ച തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു റിയാക്ഷൻ കിട്ടുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഒരു സെല്ലൻട്രിക്കുള്ള സാധ്യതയുണ്ട്. അതും അവിടെ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ് ആദ്യത്തെ ഇവിടെ വെക്കാം, രണ്ടാമത്തേത് വെക്കാം, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിന് മുന്നേ വരച്ച ഈ ഒരു ഇതിലേക്ക് മൂന്നാമത്തെ ടാർഗറ്റ് ഇവിടെ വരെ വെക്കാം. അപ്പൊ ഇത്രയാണ് സെല്ലൻട്രി ബൈ എൻട്രി പറയുന്നത്. അപ്പോൾ നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് US ഓയിലിലേക്ക് പോവാം. US ഓയിലിൽ വരുന്ന സമയത്ത് പതിവ് പോലെ തന്നെ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനൊരു ശ്രമം ഇന്നലെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന FEG അഥവാ ഇംബാലൻസ് എടുത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ബെയറിഷ് മൂഡാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു പക്ഷേ ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എവിടെ വരെ വരും എന്നുള്ളതൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം. ഇപ്പോ 1 ഡേ ടൈം ഫ്രെയിമിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 അവറിലേക്ക് പോവാം. 4 അവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇന്നലെ നോക്കിയാൽ കാണാം, നേരത്തെ പറഞ്ഞ ഒരു FEGയിലേക്ക് മാർക്കറ്റ് കയറി അവിടെ നിന്നിട്ട് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ടേക്ക് ഇറങ്ങി ഇതേ ഇപ്പോ ഈ ഒരു ഏരിയനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടേക്ക് വീണ്ടും വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്തൊന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. വിക്കും കൂടി ചേർത്തിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇന്നലൊക്കെ മാർക്ക് ചെയ്ത അതേ ഏരിയ തന്നെയാണ്. നോക്കിയാൽ ഇന്നലത്തെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിൽ വന്ന് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് സപ്പോർട്ടും റെസിസ്റ്റൻസും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. മാർക്കറ്റ് ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കൊരു ഡയറക്ഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും നമുക്ക് 1 അവറിലേക്ക് ഒന്ന് പോയി നോക്കാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. അവിടേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇന്നലെ 4 അവറിന്റെ ഇംബാലൻസ് എടുത്തിട്ടാണ് താഴോട്ട് വന്നിരിക്കുന്നത്. അതിന്റെ ബാലൻസ് ഒരു കുറച്ച് ഏരിയയും കൂടി എടുക്കുന്നുണ്ട്. അതാണ് 1 അവറിൽ കാണിക്കുന്നത്. മാത്രമല്ല 1 അവറിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്ന് നമുക്കൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് തന്നിരിക്കുന്നതെന്ന് കാണാം. അവിടേക്ക് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കും. ഓൾറെഡി ഇവിടേക്ക് വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞിട്ട് ഒരു സപ്പോർട്ട് ഇന്നലെ തന്നെ എടുത്ത് മുകളിലേക്ക് കയറിപ്പോയി വീണ്ടും അവിടേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയനെ വീണ്ടും ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ്, എന്നാലും ഒരിക്കൽ കൂടി അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്, സപ്പോർട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി 1 അവറിൽ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻട്രി സാധ്യത നമുക്ക് ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കൺസോൾട്ടേഷൻ ലെവലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തു, നല്ല ഡീപ്പ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി, വീണ്ടും ഒരു ഇംബാലൻസിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട്. താഴോട്ടേക്ക് വരുന്നത് നല്ലൊരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്കാണ്. ചിലപ്പോൾ ഒരു പക്ഷെ അവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവാം. എന്തായാലും നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് 1 അവറിലോ അല്ലെങ്കിൽ 4 അവറിലോ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലായ 50 മിനിറ്റ്സിലോട്ടൊന്ന് പോയി നോക്കാം. 50 മിനിറ്റ്സിൽ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഇതിന്റെ ലോ ഒന്ന് ചിലപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു സപ്പോർട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ഇവിടെ നിന്നൊരു ബൈ എൻട്രി നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇപ്പൊ കറന്റ്ലി നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റിൽ ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗിലേക്ക് വരാം. അപ്പൊ ഇവിടെ ഒരു ബൈ എൻട്രി കിട്ടി ഇവിടം വരെ ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഇവിടെ എത്തിയതിനു ശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിന് ശേഷം മാത്രം നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് വെക്കാം. ഒരുപക്ഷെ ഇവിടേക്ക് എത്താവുന്നതാണ്.
ഈ ഒരു ഏരിയ ആണ് ഇപ്പൊ ഒരു ബൈ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. സെൽ എൻട്രി എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഇതിന് താഴോട്ടേക്ക് ഇറങ്ങിയാൽ പോലും, കാരണം ഇവിടെ ഒരു സ്ട്രോങ് ഏരിയ ആയതുകൊണ്ട് ഒരു ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് തന്നെ ബൈ എൻട്രിയിലേക്ക് തന്നെ പോവാം. അല്ലെങ്കിൽ വലിയൊരു ക്യാൻഡിൽ, നല്ലൊരു ക്യാൻഡിൽ ബ്രേക്ക് തന്നതിന് ശേഷം പിന്നെ ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്നിട്ട് സെൽ എൻട്രി എടുക്കാം. അപ്പൊ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ താഴോട്ടേക്ക് വെക്കാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ബൈ എൻട്രി, സെൽ എൻട്രി. പക്ഷെ ട്രേഡ് റൂട്ടിന്റെ സ്ട്രാറ്റജി നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ട്രേഡ് റൂട്ടിന്റെ സ്റ്റുഡൻസ് ആ സ്ട്രാറ്റജി നോക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡിസ്കോർഡ് കമ്മ്യൂണിറ്റിയിൽ വരച്ചിടുക. ഇനി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക.